ഹലോ ഗായ്സ്, ഇന്നത്തെ വിശേഷം നമ്മളുടെ TKGR റെസിഡൻസ് അസോസിയേഷനിലെ ഓണ സെലിബ്രേഷനാണ്. നമ്മളുടെ ആദ്യം അത്തപ്പൂക്കളം ഒരുക്കി, അത്തപ്പൂക്കളമൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തു. പിന്നെ നമ്മളുടെ കുട്ടികളുടെ കുറച്ച് നമ്മളുടെ കളികൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി. ഞാൻ ലക്കിക്കുട്ടിലേക്ക് കൊണ്ടാണ് പോയത്, പക്ഷേ ലക്കിക്കുട്ട ഒന്നും പങ്കെടുത്തില്ല. പിന്നെ നമ്മളുടെ അത്തപ്പൂക്കളമൊക്കെ സെറ്റായി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യം കുട്ടികളുടെ മിഠായി പറക്കലായിരുന്നു. മിഠായി പറക്കലിൽ ലക്കിക്കുട്ടിനെ മാക്സിമം ഇരുത്താൻ നോക്കി, പക്ഷെ അവൻ പങ്കെടുത്തില്ല. ഒരു മുട്ടായി എനിക്ക് എടുത്തു തരാൻ പറഞ്ഞിട്ട് പോലും അവൻ ചെയ്തിട്ടില്ല. എല്ലാവരും നോക്കിയൊക്കെ നിന്നു. ഒരു ചേട്ടൻ കയ്യിൽ മുട്ടായി വെച്ചിട്ടൊന്നും അവൻ വാങ്ങിച്ചില്ല. എന്താ ഏതാണെന്നൊന്നും അറിയാതെ അന്താളിച്ച് നിൽക്കുന്ന നിപ്പാണ്. അങ്ങനെ നമ്മളുടെ എനിക്ക് എടുത്തു തരാൻ പറഞ്ഞിട്ടൊന്നും ലക്കിക്കുട്ടൻ കേട്ടില്ല. അങ്ങനെ എല്ലാവരും എടുക്കുന്നതൊക്കെ നോക്കി അവൻ്റെ കൂട്ടുകാരെയൊക്കെ നോക്കി അങ്ങനെ നിന്നു. പിന്നെ മൈക്കിൽ പാടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആളുടെ സൗണ്ടൊന്നും വന്നില്ല. അങ്ങനെ ഉമ്മൊക്കെ കൊടുത്തു മൈക്കിന്. പിന്നെ കൊച്ചുകുട്ടികളുടെ നാരങ്ങ സ്കൂളിൻ്റെ മത്സരം ഉണ്ടായിരുന്നു. പിന്നെ മെഴുകുതിരി കത്തിച്ച് നടത്തം അതുണ്ടായിരുന്നു. വടംവലി, കസേരക്കളി ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെണ്ടമേളമൊക്കെ കണ്ട് അതിന് അനുസരിച്ച് ഡാൻസൊക്കെ കളിച്ച് ലക്കിക്കുട്ട അവിടെയൊക്കെ നടന്നു. പിന്നെ ഓട്ടമായിരുന്നു, ഭയങ്കര ഓട്ടമായിരുന്നു. മഴ ആയതുകൊണ്ട് ചറക്കലുമുണ്ട്. അങ്ങനെ ഇതിനെ പിടിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഭയങ്കര ഓട്ടമായിരുന്നു. ഒരു ശ്രദ്ധയില്ലാത്ത ഓട്ടമാണ് ഈ ലക്കിക്കുട്ടൻ്റെ ഇടയ്ക്ക്. അങ്ങനെ അവിടുത്തെ മാമനും ഒരമ്മയൊക്കെ വരട്ടി മാക്സിമം നിർത്തി. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതൊക്കെ മട്ടി നിൽക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഒരു ചെണ്ടയൊക്കെ കൊട്ടി. പിന്നെ വലിയവരുടെ കളിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് മെഴുകുതിരിയൊക്കെ കുട്ടികൾ കത്തിച്ചിട്ട് വരുന്നതാണ്. പിന്നെ ഭയങ്കര കാറ്റായിരുന്നു. അറിയാതെ കൊണ്ടുവന്ന കുട്ടിയൊക്കെ വലിയൊരു കയ്യടിയെല്ലാം അവിടെ കൊടുത്തു. പിന്നെ ലക്കിക്കുട്ടൻ്റെ ചെണ്ട തൊട്ട് ഡാൻസാണത്. പിന്നെ മുട്ടായി പറക്കലിൻ്റെ മുട്ടായിയാണ് ഇപ്പോൾ വായിലിട്ടത്. അതൊരു മാമി എടുത്ത് കൊടുത്തതാണ്. പിന്നെ നമ്മൾ സദ്യ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മളുടെ അനിയാമ്മൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. നമ്മളുടെ ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് നല്ല സഹകരണമായിരുന്നു. എല്ലാവരും മുന്നിട്ട് തന്നെ നിന്നു. അത് കഴിഞ്ഞ് നമുക്ക് സദ്യയൊക്കെ വിളമ്പി. നല്ല സദ്യയായിരുന്നു. സദ്യയെ പറ്റി ഒന്നും പറയില്ല, അത്രയ്ക്കും കിടുക്കാച്ചി സദ്യയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ ഉണ്ട് വീട്ടിൽ വന്നൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചതിന് ശേഷം വൈകുന്നേരം നമ്മളുടെ വലിയവരുടെ പരിപാടിയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും പോയി. അങ്ങനെ ഫസ്റ്റ് നമുക്ക് വടംവലിയായിരുന്നു. കസേര കളിക്കൊന്നും എനിക്ക് എത്താൻ പറ്റിയില്ല. വടംവലിയിൽ ഒരു സൈഡ് പുരുഷന്മാരും ഒരു സൈഡ് സ്ത്രീകളുമായിരുന്നു. ഭാഗ്യവശാൽ നമ്മളുടെ സ്ത്രീകളുടെ സൈഡിനെ നമ്മൾ ജയിപ്പിച്ചു. അങ്ങനെയായിരുന്നു നമ്മളുടെ ആഞ്ഞുള്ള വലി. അങ്ങനെ പിന്നെ അതിൽ ജയിച്ചതിന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മളുടെ വലിയവരുടെ വടംവലിയുണ്ടായിരുന്നു. പിന്നെ 6 മണിക്കായിരുന്നു സമ്മേളനം. സമ്മേളനത്തിൽ കൊച്ചുകുട്ടികളുടെ ഡാൻസ്, വലിയവരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ രാജശേഖരൻ മാമനാണ്, നമ്മുടെ പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിൻ്റെ ഒരു പാട്ട്, പിന്നെ അടുത്തൊരു ചേട്ടൻ്റെ വക പാട്ട്, പിന്നെ കൊച്ചുകുട്ടികളുടെ ഡാൻസ് എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു, അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മളുടെ ജനഗണമന ദേശീയ ഗാനം പാടി നമ്മൾ ഈ വർഷത്തെ ഓണാഘോഷം നമ്മുടെ റെസിഡൻസിൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയാണ്. ടാറ്റാ ബൈ ബൈ.